Hey guys, welcome back to our channel. So welcome back to another movie review ആണ് സുഹൃത്തുക്കളെ. ആശകൾ ആയിരം നമ്മുടെ ജയറാമേട്ടൻ നായകനാണ്. ജയറാമേട്ടൻ മാത്രമല്ല കാളിദാസ് ജയറാമും ഉണ്ട്. സോ അപ്പോൾ ഇവർ രണ്ടുപേരും മെയിൻ ലീഡ് റോളിൽ വരുന്ന പടമാണ് സുഹൃത്തുക്കളെ ആശകൾ ആയിരം. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജി പ്രജിത്ത് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിക്കാരനെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനാണ് വടക്കൻ സെൽഫി പടമൊക്കെ എടുത്തിട്ടുള്ളത്. സോ പുള്ളിക്കാരനെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. സോ റൈറ്റേഴ്സ് ജൂഡ് ആന്റണി ഉണ്ട്, പിന്നെ അരവിന്ദ് രാജേന്ദ്രനും ഇവർ രണ്ടുപേരും പടം റൈറ്റ് ചെയ്തേക്കുന്നത്. സോ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജയറാമേട്ടനുണ്ട്, കാളിദാസ് ജയറാമുണ്ട്, ഇഷാനി കൃഷ്ണനുണ്ട്, പിന്നെ രമേഷ് പിഷാരി ഒരു ചെറിയ റോളിൽ വരുന്നുണ്ട്, പിന്നെ ഷറഫുദ്ദീൻ ഉണ്ട്, ആശ ശരത്ത് ഉണ്ട്, പിന്നെ നമ്മുടെ അഖിലന്നാർഡി ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാരെല്ലാം കൂടെ അഭിനയിക്കുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. സോ കമ്മിങ് ടു ദ മൂവി, ഇറ്റ്സ് ആക്ച്വലി ഒരു നല്ലൊരു കിഡിലോസ്കി ആയിട്ടുള്ള ഒരു ഫാമിലി പടമാണ് സുഹൃത്തുക്കളെ. ഒരു ജയറാമേട്ടൻ ഷോ നടത്തുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ട്വിസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോകില്ല. അങ്ങനെയുള്ള സാധനങ്ങളേ ഇല്ല. ഒരു നല്ലൊരു ഫീൽ ഗുഡായിട്ട് പോകുന്ന ഒരു ജയറാമേട്ടൻ ഷോ നടത്തുന്ന ഒരു പടം. അതാണ് ഈ പടം. പിന്നെ മറ്റേ ആശാൻ മൂവിക്കകത്ത് കാണിക്കുന്നത് പോലെയൊക്കെ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ പറയത്തക്ക രീതിക്ക് പോകുന്ന എന്നാലൊട്ട് വേറെ കുറച്ച് കാര്യങ്ങളോടൊക്കെ ഉള്ള ഒരു നല്ല പടമാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഈ ജി പ്രജിത്ത് എന്ന് പറയുന്ന ഒരാൾ പടം ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഓർമ്മ വരുന്നത് വടക്കൻ സെൽഫിയാണ്. സോ വടക്കൻ സെൽഫി പോലുള്ള ഒരു പടമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പടം അങ്ങനത്തെ ഒരു പടവേ അല്ല. സോ അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ പോയി കാണാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു കിഡിലോസ്കായിട്ടുള്ളൊരു ഫാമിലി പടമാണ്, ഒരു ജയറാമേട്ടൻ ഷോ. അതാണ് ഈ മൂവിക്ക് അത് കംപ്ലീറ്റ്ലി പോകുന്നത്. ഇറ്റ്സ് എ നൈസ് മൂവി. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ചധികം വലിച്ചെടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ട്രിമ്മിങ് കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നൈസ് ആയിരുന്നേനെ. അങ്ങനത്തെ പോകുന്ന ഒരു നൈസ് ഒരു പടമാണ് സുഹൃത്തുക്കളെ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. എനിക്കൊരു വൺ ടൈം സാധനം ആ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. സോ എന്തായാലും ഷറഫുദ്ദീൻ വരുന്നവിടം തൊട്ട് പടം കുറച്ച് ഒരു എന്താ പറയുക, ഇങ്ങനെ പോയിരുന്ന പടം ഇങ്ങനെ കുറച്ച് കയറുന്നുണ്ട്. ദെൻ അങ്ങനെ പോകുന്നൊരു പടമാണ്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഫാമിലി പടം കുറച്ച് നാൾക്ക് ശേഷം ജയറാമേട്ടൻ്റെ നല്ലൊരു പടം കണ്ട ആ ഒരു ഫീലാണ് എനിക്കുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ജയറാമേട്ടനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ജയറാമേട്ടൻ്റെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജയറാമേട്ടനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജയറാമേട്ടൻ്റെ പടങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജയറാമേട്ടൻ്റെ പടങ്ങളൊക്കെ മിസ് ചെയ്തിട്ട് അങ്ങനെ ഒരു നല്ല കിഡിലോസ്കി പടം വന്നിരുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ പടമാണ് സുഹൃത്തുക്കളെ ആശകളായിരം. സോ അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ അപ്പോൾ അതാണ് ആശകളായിരം എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.